വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ കോളേജിലേക്ക് അങ്ങോട്ട് കയറാൻ നേരത്ത് ഒരു ഉമ്മ അവിടെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മനെ നല്ല കണ്ട് പരിചയമുണ്ട്, കാരണം മുൻപ് അതിൻ്റെ മകൾ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഈ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു. ഇവളവിടെ പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ അവിടുന്ന് പഠനമൊക്കെ കഴിഞ്ഞ് പോയിട്ട് അപ്പോൾ ആ ഉമ്മാനെ പലതവണ അവിടെ വന്നിട്ടുള്ളൊരു കണ്ട് പരിചയം എനിക്കുണ്ട്. അപ്പോൾ അവർ പറയണത് അവരുടെ മകളുടെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞു, വളരെ റാഹത്തായി. അവൾക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. ആ പ്രണയബന്ധമൊക്കെ പലതവണ വീട്ടിൽ പിടിച്ചതാണ്. അതൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് അമ്മാവന്മാർക്ക് ഉറപ്പ് കൊടുത്തു. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഉസ്താദ്മാരെടുത്ത് കൊണ്ടുപോയി ദുആ അർപ്പിച്ചു, മന്ത്രിച്ചൂതി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ഒരു കുഴപ്പമില്ല, വളരെ റാഹത്തിലായിരുന്നു. അങ്ങനെ നല്ലൊരു ഗൾഫുകാരനെ കൊണ്ട് വിവാഹമൊക്കെ റെഡിയാക്കി നിശ്ചയം നിക്കാഹ് കഴിക്കണം എന്നുള്ളത് അവർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളാണ് പറഞ്ഞത് നേരത്തെ നിക്കാഹ് കഴിച്ചിടണ്ട, അതൊരു പക്ഷെ അബദ്ധമായിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ നിക്കാഹ് കഴിക്കാനൊന്നും സമ്മതിച്ചില്ല. അവളും അതന്നെ പറഞ്ഞു, വേണ്ടമ്മ നിക്കാഹ് കഴിച്ചിട്ടാ, നിശ്ചയം കഴിഞ്ഞാൽ മതി. അങ്ങനെ തമ്മിൽ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിക്കാഹിൻ്റെ ഒരാഴ്ച മുൻപ് ഇവള് കാമുകൻ്റെ കൂടെ പോയി. അതാ ഉമ്മാക്ക് പറയുമ്പോൾ തന്നെ ഉമ്മ കരയുന്നുണ്ട്. ഞങ്ങൾ മിസ്സിങ്ങിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് അയാളെ കിട്ടി. ഒരു ബസ്സിലെ ജീവനക്കാരനാണ്. അവൻ്റെ മതത്തിൽ ചേർന്ന് താലി ചാർത്തി സിന്ദൂരമൊക്കെ തൊട്ടുള്ള ഫോട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സഹിക്കാൻ കഴിയുന്നില്ല സാറേ, നമ്മൾ വളർത്തിണ്ടാക്കിയ മക്കൾ എന്തൊക്കെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കൊണ്ടുനടന്നിരുന്നത്. ഒരു കുറവും നമ്മുടെ മക്കൾക്ക് നമ്മൾ വരുത്തിയിട്ടില്ല. അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത്, അവർ ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുത്ത്, എന്നിട്ടും മക്കൾ ഒരു ലെവലേശം മാതാപിതാക്കളാണ്, വളർത്തിണ്ടാക്കിയവരാണ് എന്ന് ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ ഒരു നിശ്ചയം ഒക്കെ കഴിഞ്ഞ് നിക്കാഹിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു കൊലച്ചതി ചെയ്തത്. ആ ചെക്കൻ്റെ വീട്ടുകാർ നഷ്ടപരിഹാരങ്ങൾ ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ മഹലിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ കൂടി അറിവ് കൊണ്ടല്ല അവളത് ചെയ്തത്, ഞങ്ങൾ അവളെ ഒഴിവാക്കി. ഞങ്ങൾക്കൊരു മകൾ ഇങ്ങനെ ഇല്ല, അവൾ ഇനി സർട്ടിഫിക്കറ്റ് കിട്ടരുത്, അവൾക്ക് ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ല, അപ്പോൾ അത് നേരത്തെ വാങ്ങി വെക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കൂലമ്മ, നിങ്ങളുടെ മകൾ നിങ്ങൾ എന്ത് വിരോധം കാണിച്ചാലും അവൾ പഠിച്ചതിന് സർട്ടിഫിക്കറ്റിൻ്റെ അവകാശി അവളാണ്. അത് നിങ്ങൾ വന്നിട്ട് വാങ്ങിയിട്ട് എന്തെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു, ഒരു പക്ഷെ നന്നായിട്ട് വരും, മകൾക്ക് നല്ലത് വരട്ടെ, നല്ല ചിന്തയുണ്ടാവട്ടെ, നല്ല മനസ്സുണ്ടാവട്ടെ. പക്ഷെ ആ ഉമ്മയുടെ മുഖമുണ്ടല്ലോ, വളരെ ദയനീയമായിട്ട് സ്വന്തം മകളെ പ്രാഗിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആ ഉമ്മയുടെ ചിത്രം എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞില്ല, എൻ്റെ മനസ്സിൽ നിന്ന്. ദിവസങ്ങൾ വരുമ്പോഴും മിസ്സിംഗ് കേരള എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ 10, 20, 19 വയസ്സായ പെൺകുട്ടികളെ കാണാതായി എത്ര വാർത്തകളാണ് വരുന്നത്. കല്യാണം കഴിച്ചവരെ വേറെ കാണാതാവുന്ന വാർത്തകൾ വേറെ ഉണ്ട്. കല്യാണം കഴിച്ച ആളുകൾ ആരുടെയും കൂടെ ഒക്കെ ഇറങ്ങിപ്പോവുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേകിച്ചിട്ട് മുസ്ലിം സമുദായത്തിലാണ് ഇങ്ങനെ നിശ്ചയത്തിന് മുൻപ് അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞിട്ട് നിക്കാഹിന് മുൻപ് ഇങ്ങനെ, അല്ലെങ്കിൽ പ്രണയിച്ച ഒരാളെ കൂടെ എങ്ങനെ ഇറങ്ങിപ്പോവുക? ഇവർ രക്ഷിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളെ പെൺമക്കൾക്ക് ഈ വീഡിയോ ഒന്ന് കളിപ്പിച്ചു കൊടുക്കുക. പൊന്നു പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ രീതിയിലുള്ള ഒരു അബദ്ധങ്ങളിലേക്ക്, ഒരു അഡിക്ഷനിലേക്ക് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ. അതിൻ്റെ പരിഹാരം നമുക്ക് വേണമല്ലോ. ആ ഉമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ എൻ്റെ നബിദിന പരിപാടിയുടെ വീഡിയോ പറയുന്ന ഒരു സമയമാണിത്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. പല കേസുകളിലും ഒരുപാട് പെൺകുട്ടികൾ, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടൊരു വാർത്തയാണ്, നന്നായി പഠിക്കുന്ന ഒരു മുസ്ലിം ആൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടി, രണ്ടുപേരും ഒന്നിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ്, നല്ല പഠിക്കുന്ന ആളുകളാണ്, ഒരു നിലക്കും ഒരു മോശത്തരവുമില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും +1 ചേർന്നപ്പോൾ 2 സ്കൂളിലായി. ഒരുത്തൻ ബോയ്സ് സ്കൂളിലാണ്, മറ്റൊരുത്തി മറ്റൊരു സ്കൂളിലാണ്. പക്ഷേ ഇവരുടെ പ്രണയബന്ധം അതിതീവ്രമായി. ഇവർ ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് സ്വയം ജീവനൊടുക്കിയത്. ഇവർ +1 പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിൽ നല്ല മിടുക്കന്മാരായ കുട്ടികൾ. പക്ഷേ ഈ ഒഴിവാവാൻ പറ്റുന്നില്ല. ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, പ്രണയബന്ധം, അത് അഡിക്ഷനായിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം. ആ ലക്ഷണങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുട്ടികളെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഇത് വളരെ വലിയൊരു അപകടമാണ്. കൂടോത്രം ചെയ്തിട്ടൊന്നുമല്ല, ആരും കൈവശം കൊടുത്തതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ലവ് ജിഹാദികളോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടാക്കുന്നൊന്നുമല്ല. ഇതിൻ്റെ യഥാർത്ഥ റീസൺ ഇനി പറയുന്ന ഒരു കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സിന് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇത്തരം റിലേഷൻഷിപ്പുകൾ വിവാഹം വന്നു കഴിയുമ്പോൾ, വിവാഹത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ചിലർക്ക് അത് വിഡ്രോ ചെയ്യും. അത് നല്ല നിലയ്ക്ക് വിഡ്രോ ചെയ്യും. എന്നിട്ടൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കും. ഇങ്ങനെയാണ് സാധാരണ മനുഷ്യർ ചെയ്യുക. ചിലർക്ക് അതിനോട് വിട്ടൊഴിഞ്ഞു വരാൻ തയ്യാറാവാതെ
ആ വിവാഹം കഴിക്കാൻ പോകുന്ന അപ്പുറത്തെ ഒരാളെ ചതിക്കല്ലേ? അതാണായാലും പെണ്ണായാലും അപ്പുറത്തെ ഒരാൾ അയാളോട് പറയാം, ചിലർ അത് പറയും കൂടിയില്ല. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസിൽ ആ പെൺകുട്ടി ഒരിക്കൽ പോലും തന്നെ കെട്ടാൻ പോകുന്ന ഒരാളോട് എനിക്ക് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ മനുഷ്യന് സ്വപ്നം കണ്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ ആ മനുഷ്യന്റെ ഭാവി എന്താവും? ഓൻ കെട്ടാൻ പോണ പെണ്ണ് ആദ്യമേ ഒളിച്ചോടിപ്പോയി. ഇനി അത് ഓൻ്റെ എന്തോ ഒരു കുറവായിട്ടല്ലേ കാണാം. ഒന്നാമതായിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറുമ്പോഴാണ് അത്ര ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതെങ്ങനെയാണ് അഡിക്ഷൻ ആയിട്ട് മാറുക? അപ്പൊ നമ്മളൊരു കൊക്കൈൻ ലഹരി ഉപയോഗിക്കുമ്പോൾ ഈ ലഹരി നമ്മുടെ തലച്ചോറിൽ ഒരു അഡിക്ഷൻസിന്റെ ഒരു ഹോർമോണുകൾ ഉണ്ടാക്കും. ഇത് പിന്നെയും പിന്നെയും കിട്ടണം. അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ. അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഈ പ്രണയം എന്ന ലഹരി. നമ്മൾ വലിക്കുന്ന ലഹരി, കുടിക്കുന്ന ലഹരി, ഡ്രഗ്സിന്റെ ലഹരി, അതേപോലെ ലഹരിയാണ് പ്രണയ ലഹരി. ഇത് ശരിക്കും ചോരയിൽ പിടിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമതൊരിതാണ് ലൈംഗികത കൊടുക്കുക എന്നുള്ളത്. അതായത് തൻ്റെ പ്രണയം സത്യമാണ്, അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്നത് വളരെ ജെനുവിനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ലൈംഗികത സമ്മതിക്കും. അത് പെണ്ണ് പറയും കുഴപ്പമില്ല, ആണിങ്ങനെ ചോദിക്കും കൺസെന്റ് ഇല്ലേ. അപ്പോൾ ലൈംഗികത ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ അഡിക്ഷനായി, അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ അതിൻ്റെ അഡിക്ഷൻസിന്റെ ഒരു അടയാളമാണ് ഈ ലൈംഗികത സമർപ്പിക്കുക. അതിൽ ഒരാൾക്കാവും ലൈംഗികത ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അയാൾ ചോദിച്ചു വാങ്ങും, അല്ലെങ്കിൽ കയ്യേറും, മറ്റാൾ ഉള്ളിലുണ്ടാവും, അയാൾ സമ്മതിക്കും. ഇങ്ങനെ ഒരുപക്ഷെ രണ്ടു പേർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവും. മറ്റൊരു സാധനമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് പോലും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഉമ്മ പറഞ്ഞത് കേൾക്കാൻ പറ്റണില്ല, ഉപ്പ പറഞ്ഞത് കേൾക്കാൻ പറ്റണില്ല, ഇയാൾ മാത്രമാണ് തൻ്റെ ലൈഫ് എന്ന് സങ്കല്പിക്കുക. ഇത് അഡിക്ഷൻസിൻ്റെ ഒരു ഘടകമാണ്. അതായത് ഇതുവരെ തന്നെ വളർത്തിയ വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, ഇവരെക്കാളും വലുത് ഇപ്പൊ കാണുന്ന ഈ പ്രണയബന്ധത്തിലെ ആളാണ്. അവരൊരിക്കലും വിട്ടൊഴിഞ്ഞു പോകാൻ പറ്റാതെ അവൻ്റെ പിന്നാലെ തന്നെ ഇതാണ് തൻ്റെ ലൈഫ് എന്ന് കരുതിയിട്ട് ജീവിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് ാണ് അഡിക്ഷൻസിന്റെ രണ്ടാമത്തെ ഒരു ഘടകം. പിന്നൊരു സാധനമാണ് ഈ ഒരു ബന്ധത്തിനപ്പുറം മറ്റൊരു ജീവിതമില്ലെന്നൊരു തോന്നൽ. പിന്നെ മറ്റൊന്നാണ്, ഈ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും. അഡിക്ഷൻസിൻ്റെ ഒരു അടയാളമാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ. ഈ ഒരു വാഗ്ദാനങ്ങളുടെ ഭാഗമായിട്ട് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം, നീ ആ കല്യാണം കഴിക്കണ ചെക്കനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോരെ, ഇതിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വായോ, ഞാനില്ലേ. ഈ ഒരു അഡിക്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാഗ്ദാനങ്ങളൊന്നും ആഫ്റ്റർ മാരേജ് ഇതൊന്നും നിലനിൽക്കൂല കേട്ടോ. ഇതിപ്പോൾ ഇത്തരം പ്രണയബന്ധങ്ങൾ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും കണ്ണീരോട് കൂടി അവസാനിക്കുള്ളൂ. അത് ഉറപ്പാണ്. ഇങ്ങനെ അമിതമായി വാഗ്ദാനങ്ങൾ കൊടുക്കുക. മറ്റൊന്നാണ് ഇവരുടെ ന്യൂനതകൾ കാണാൻ പറ്റാതാവുക. ആരോടാണ് ഈ സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഓർക്ക് എന്ത് ന്യൂനതകളോ എന്ത് കുറവ് ഒന്നും നമ്മുടെ മനസ്സിൽ വരില്ല. ഉമ്മിപ്പം ഇങ്ങനെ പറയുമ്പോൾ ഓന് ഭയങ്കര കഞ്ചാവാണ്, ഓൻ ഭയങ്കര കച്ചറയാണ്, വണ്ടി പ്രശ്നത്തിലുണ്ട്, അതാണ് ഇതാണ്, ഇതൊന്നും ഇവൾക്ക് അതൊക്കെ പണ്ടായിരുന്നു, അതൊക്കെ ഓനിപ്പോൾ ഡീസൻ്റ് ആണ്, നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിന് അഡിക്ഷൻ ആയി കഴിഞ്ഞാലുള്ള നമ്മൾ ഈ കള്ളുടിച്ചവർക്ക് അഡിക്ഷൻ ആയ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും. മയക്കുമരുന്ന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും. ഈ പ്രണയത്തിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് ഡി അഡിക്ഷൻ സെന്റർ ഇല്ലല്ലോ. അത് ശരിക്കും അതിൽ ലൈഫ് തകർന്നു പോകണം. ഇവൾക്കത് മനസ്സിലാവണില്ല. അവൻക്ക് ഇന്ന കുറവുകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരിക്കമ്മി വാപ്പിന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും തന്നെ ലൈഫ് കോഞ്ഞാട്ടായി എന്നുള്ളത്. മറ്റൊന്നാണ് ഇവിടെ വ്യക്തിത്വം ഫുള്ളായിട്ട് മാറുക. നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് അതായിട്ട് മാറുക. ഏതിനും രാവിലെ എഴുന്നേറ്റാൽ ചായ കുടിച്ചോ, മറ്റത് കുടിച്ചോ, മറിച്ചോ, ഇതെന്തപ്പോൾ ഡ്രസ്സ് ഇട്ടുകണം, ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. പിന്നെ ഇടക്കിടക്ക് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇണങ്ങുക. കാരണം ഇയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല, ഇയാളില്ലെങ്കിലും മരിക്കുക. അങ്ങനെ മരിച്ച ആളുകളാണ് ഈ പ്രണയബന്ധം തീവ്രമായിട്ട് ലൈഫ് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ. അതായത് ഇവരിടക്കിടക്ക് പിണങ്ങിക്കഴിഞ്ഞാൽ മറ്റാൾക്ക് ഇണങ്ങണം. ഇതൊക്കെ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഈ ഒരു ബന്ധം അതിതീവ്രമായിട്ട് മാറുമ്പോൾ ഒരാൾക്ക് മറ്റാളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരു അവസ്ഥ ഇത്തരം അഡിക്ഷൻ്റെ ഒരു സാഹചര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഇത്തരം അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ ശരിക്കും നമ്മൾ വേണ്ടത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമുക്കൊരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടുപോയിക്കോളൂ. ആ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രണയ ബന്ധത്തിലേക്ക് കൊണ്ടുപോകരുത്. ആ പ്രണയബന്ധം ഇത്തരത്തിൽ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇന്ന അടയാളങ്ങളാണ് അതിലുണ്ടാവുക. അതുണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ ലൈഫ് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകൾ നമ്മുടെ ചുറ്റും എടുത്ത് പരിശോധിച്ച് നോക്കുക. വാപ്പാടിയും ഉമ്മാടിയും ശാപം, അവരെ ഉള്ളിലെ കണ്ണുനീർ, ഏത് അച്ഛനായാലും അമ്മയായാലും വാപ്പയായാലും ഉമ്മയായാലും രക്ഷിതാവിൻ്റെ കണ്ണീര് കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സ്നേഹബന്ധങ്ങളൊക്കെ നമുക്ക് സങ്കടങ്ങൾ കൊണ്ടേ അവസാനിക്കുള്ളൂ. അത് അറിയുന്നത് കൊണ്ടാണ്, അനുഭവമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊരു മൂത്ത ഇക്കാക്കാടെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരുന്നിട്ട് പെൺകുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ, നിങ്ങൾ ഒരുപാട് കേസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. പ്രണയബന്ധങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞിട്ട് ആ രക്ഷിതാക്കളോട് എനിക്കൊന്നും സങ്കടമാണ് അവർ വന്ന് വരുമ്പോൾ. മക്കൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കൂടി. ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം ഈ ഒരു രക്ഷിതാവിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്. ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് മാധ്യമങ്ങൾക്ക് വന്നൊരു വാർത്തയാണ്,
പറയുകയാണ്, ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ പറഞ്ഞത് മലപ്പുറത്തൊക്കെ വരുന്ന സ്വർണ്ണക്കടത്താണ്, അതുകൊണ്ടാണ് എന്നെ അൻവർ MLA എതിർക്കുന്നത്. അവിടെ കൊണ്ടുവരുന്ന ഈ സ്വർണം, കള്ളക്കടത്തും കള്ളപ്പണങ്ങളൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മലപ്പുറത്തിനെ കുറിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ മലപ്പുറത്തെ അപമാനപ്പെടുത്തി ഈ സംഭവത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.